ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അജ്മൻ സൂവിൽ പോയി. അജ്മൻ സൂവിൽ പോയത് ഒരു വെക്കേഷൻ ദിവസമായിരുന്നു. അതായത് പെരുന്നാൾ അവധിക്കാണ് നമ്മൾ പോയത്. നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം 4 മണിയോടെയാണ് പോയത്. നമ്മൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കാർ പാർക്കിങ്ങിനൊക്കെ വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 മണിയായി. അപ്പോഴത്തേക്ക് കാർ പാർക്കിങ് പോലും സ്ഥലമില്ലായിരുന്നു. നല്ല തിരക്കായിരുന്നു. പിന്നെ അന്ന് ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞായിരുന്നു നമ്മൾ തിരിച്ചിറങ്ങുന്നതിനകം വെച്ച്. പിന്നെ നമ്മൾ 4 പേരുമാണ് പോയത്. ടിക്കറ്റ് റേറ്റ് വരുന്നത് വലിയവർക്ക്, മുതിർന്നവർക്ക് 20 ദിർഹംസും കുട്ടികൾക്ക് 15 ദിർഹംസ്. അതായത് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 15 ദിർഹംസാണ് ടിക്കറ്റ് എടുക്കാനടുത്തൊന്നും വലിയ ക്യൂ ഒന്നും തിരക്കൊന്നും ഇല്ലായിരുന്നു. അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ടിക്കറ്റ് കാണിച്ച് നമുക്ക് കയറി കഴിഞ്ഞിട്ട് ടിക്കറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്ക് ഒരു പോർഷൻ എടുത്തിട്ട് ഫില്ല് ചെയ്ത് നെയിമും ഫോൺ നമ്പർ അതാണ് അവിടെ വെച്ചിട്ടുള്ളത്. എല്ലാവരും കൂടി നിൽക്കുന്ന ഫില്ല് ചെയ്ത് നറുക്കെടുപ്പിൽ സമ്മാനം കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കണ്ടത് ഈ സ്നേക്കിനെ കഴുത്തിലിടുന്നില്ലേ, അതാണ്. അതിന് 5 ദിർഹംസാണ്. ശിവകുട്ടനും കുഞ്ഞോളും ആ സമയം പോയി ഹൈറ്റൊക്കെ നോക്കി ആണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. എല്ലാവരും വന്ന് സ്നേക്കിനെ തൊട്ടൊക്കെ നോക്കും. എനിക്ക് തൊട്ട് നോക്കിയപ്പോൾ തന്നെ പേടിയായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടണോ, സ്നേക്കിനെ കഴുത്തിലിടണോ, ഇത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ് പേടിയാവുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല, പേടിയൊന്നും ഇല്ല എന്ന് ചിരിച്ച് ഇതാക്കുന്നതാണ്. എന്നിട്ട് ഇട്ടപ്പോഴത്തേക്ക് ആൾ നല്ല ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി നല്ല രീതിയിലൊക്കെ നിന്ന് ഭയങ്കര ഇതിൽ എടുത്ത് എന്നെക്കൊണ്ട് ഇതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. പക്ഷേ എനിക്ക് നല്ല പേടിയായിരുന്നു. ഇനി കണ്ടപ്പോൾ തന്നെ പേടി. ഇനി ഞാൻ അത് കഴുത്തിലിടുമ്പോൾ ഞാൻ വീണ് പോവോ എന്നൊക്കെ ഉള്ള ഇതാണ്. പിന്നെ അവിടെ ആ സമയത്ത് അത്രയും ആണുങ്ങളാണ് വന്ന് ഇടുന്നത്, ഇങ്ങനെ സ്നേക്കിനെ കഴുത്തിലിടുന്നത് കണ്ട. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്. 2-3 റെസ്റ്റോറൻറ്റുകളുണ്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഇത്. പിന്നെ കുട്ടികൾക്ക് ആകർഷിക്കാൻ കാറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ശിവക്കുട്ടി ഏത് കാറിൽ ഇരുന്ന് ഓട്ടിക്കണമെന്ന് പറഞ്ഞ് ഓടി ഓരോ ഇതിലിരിക്കുന്നു. പിന്നെ അവർക്ക് കുട്ടികൾക്ക് പ്ലേയിങ് ഏരിയ ഉണ്ട്. പേയ്മെൻറ്റ് ചെയ്ത് കളിക്കുന്ന പ്ലേയിങ് ഏരിയ ഉണ്ട്. അല്ലാതെ ചെറിയ രീതിയിൽ ഊഞ്ഞാലൊക്കെ ഉള്ള അതുമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഓരോന്നിലോട്ടൊക്കെ കയറി കാണാൻ തുടങ്ങി. ഇത് ബേഡ്സ് സെക്ഷനിലാണ്. ഇത് പാരറ്റ്. ഇതിനെ നമുക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാസ് മേടിക്കാം. ഗ്രാസുണ്ട്, പീനട്ടുണ്ട്. നമുക്ക് ഓരോ ഇതിനും എന്താണ് കൊടുക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ശിവനും കുഞ്ഞുമൊക്കും സൂവിൽ പോകണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സൂവിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ്. മുമ്പ് ഉമ്മൽക്കോൻ സൂവിൽ പോയിട്ടുണ്ട്. ഇത് അജ്മൻ സൂവിലാണ്. ഇത് ഡോഗ് വിവിധ തരത്തിലുള്ള ഡോഗുകളാണ്. ഇതിനെ വെളിയിലിറക്കി കളിക്കുന്നതും കുറേ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ആൾക്കാർ വന്ന് എടുത്ത് ഫോട്ടോ എടുക്കുകയും എല്ലാമൊക്കെ ചെയ്തു. ഭയങ്കര ഇത് പെറ്റ് അനിമൽസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇതിൽ വന്ന് ഓരോ ഡോഗിൻ്റെ അടുത്തും അതുപോലെ ക്യാറ്റുകളും ഉണ്ടായിരുന്നു വിവിധയിനം. അത് കഴിഞ്ഞ് നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ അടുത്ത ബേഡ്സ് കണ്ട്. അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല. ഒന്നിനും ബോർഡ് എഴുതി വെച്ചിട്ടില്ല. കുറേ നടന്ന് കാണാൻ കാഴ്ചകളുണ്ടായിരുന്നു. ഇവിടെ കൂടുതൽ നമ്മൾ ഇവിടെ ലയണും ടൈഗറൊന്നും ഇല്ല. പക്ഷേ ഇത് കൗ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. കൗ, ഇഷ്ടംപോലെ ആട്, ഹോഴ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊന്നും വീഡിയോസ് ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. മക്കൾ രണ്ടും ഓട്ടവും ബഹളവും ആയതുകൊണ്ട്
നമുക്ക് കഴിയുന്നത്ര വീഡിയോ എടുത്തതാണ് ഇങ്ങനെ. ഇതിനെക്കാട്ടി കൂടുതലുണ്ട് കാണാനൊക്കെ. അത് ശിവക്കുട്ടൻ ഗ്രാസ് ഹോഴ്സിന് പുല്ലെടുത്ത് ആരെങ്കിലും ഫീഡ് ചെയ്തതൊക്കെ അവിടെ പുല്ല് താഴെ വീണതൊക്കെ എടുത്ത് ശിവക്കുട്ടന് എടുത്ത് കൊടുക്കുകയാണ്. ഇവിടെ വന്നിട്ട് അതിൻ്റെ പിറകുവശത്തായിട്ട് ഇങ്ങനെ ഉള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കാൻ പറ്റും. നല്ല കാറ്റും നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനും സമയം പോകുന്നതൊന്നും അറിയത്തില്ല. ഇവിടെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഇതുണ്ടായിരുന്നു. പിന്നെ ശിവക്കുട്ടന് ഇതുപോലെ എല്ലാവരും വെക്കണ കണ്ടിട്ട് വെക്കാമെന്ന് പറഞ്ഞ് വെച്ച്. അപ്പോൾ അത് കൊത്തണ കണ്ടപ്പോൾ ശിവക്കുട്ടന് പേടിയായി. അടുത്ത ഞാനാണ്. എനിക്കും പേടിയുണ്ട്. അതിൻ്റെ കാല് വെള്ളുമ്പോഴത്തേക്കും നമുക്കൊരുമാതിരി എന്തോ ഇത് തോന്നും. എങ്കിലും എല്ലാവരും ചെയ്യണ കാണുമ്പോൾ നമുക്കും അതുപോലെ ഒന്ന് വയ്ക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ഇത് തോന്നി. അങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പമില്ല. ഇത് പ്രാവാണ്. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. വീഡിയോ ഒക്കെ ഇട്ട് ഇല്ല, അതുകൊണ്ടാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഇതിൽ കുറേയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ജിറാഫൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മങ്കി, ഇത് ഡക്ക്, ഇതുപോലെ കുളം പോലെ ഉണ്ടാക്കി ഡക്ക്, വൈറ്റ് കളറ്. അതിൻ്റെ അടുത്തായിട്ട് വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവിടെ കിടന്ന് ഓട്ട മത്സരം പോലെ ഭയങ്കര ഓട്ടമായിരുന്നു. പിന്നെ ശിവക്കുട്ടൻ എവിടെന്നെങ്കിലുമൊക്കെ പുല്ല് തറയിലൊക്കെ ആൾക്കാർ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് വീഴുന്നതെല്ലാം നുള്ളിപ്പറക്കി ഇതിനൊക്കെ കൊണ്ട് കിടന്ന് കൊടുക്കും. ശിവനൊക്കെ കഴിവതും നമ്മളെ കൂടുതലും രണ്ടുപേരും ഈ സൂവിലൊക്കെ പോകുമ്പോഴത്തേക്ക് അധികം ബുദ്ധിമുട്ടിക്കില്ലെന്ന് വേണം പറയാൻ. അവർ സ്വന്തമായിട്ട് ഓടി നടന്ന് എല്ലാം കാണണമെന്നുള്ളൊരു ഇതിൽ എൻജോയ് ചെയ്യും. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ. അവിടെ വന്ന എല്ലാ കുട്ടികൾക്കും ആനിമൽസും ബേഡ്സും ഒക്കെ കാണുമ്പോഴത്തേക്ക് വേറൊരു കൗതുകം. നമ്മൾ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോണേക്കാട്ടിയും അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങളിൽ പോകുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ശിവനും ഭദ്രയും എൻജോയ് ചെയ്യുന്ന സൂവിൽ പോകുമ്പോഴാണ്. എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഒന്നും വേണമെന്നും പറഞ്ഞ് കരയുക അങ്ങനെയൊന്നും സൂവിൽ പോകുമ്പോൾ ഇല്ല കേട്ടോ. അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ കണ്ടല്ലോ, ഇതൊക്കെ ശിവക്കുട്ടന് പിന്നെ ഇത് ഹോഴ്സ് റൈഡിങ്, ക്യാമൽ റേസിങ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് തോന്നും ഇത് ചില സമയത്ത് ഇതൊക്കെ ഇവിടെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് തോന്നും ഒറിജിനലല്ല എന്ന് തോന്നും. ഇങ്ങനെ സ്റ്റക്കായി കുറേ നേരം നിൽക്കും അത്. ഇവിടെയൊക്കെ നല്ല ഫോട്ടോ വ്യൂസാണ്. ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കോഴിയും കൂടിയൊക്കെ ഉണ്ട്. കോഴി, പീക്കോക്ക്. അപ്പോഴാണ് ഒരു പീക്കോക്കും വരണ കണ്ടത്. ശിവക്കുട്ടന് ഇത് ക്യാമൽ റേസിങ് നടത്തണം. ഇതിന് ഒരാൾക്ക് 15 ദിറംസാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ആയപ്പോൾ 30 ദിറംസ്. നല്ല ക്യൂ ആയിരുന്നു, ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ശിവക്കുട്ടന് ഞാൻ വിചാരിച്ചു ശിവക്കുട്ടൻ കരയും എന്നൊക്കെ വിചാരിച്ചു. ശിവക്കുട്ടൻ ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോഴും ശിവക്കുട്ടൻ നല്ല രീതിയിൽ തന്നെ ഇറക്കി പിടിച്ചിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുഞ്ഞു കുട്ടികൾ അവരൊക്കെ ഇതിനെ പിടിച്ചു നോക്കിയും കഴുന്നിലിനെയും കണ്ടപ്പോൾ എനിക്കും ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ നിന്ന്. അപ്പം അതൊരു കുട്ടി ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു പോയ ടൈമിൽ ഈ സ്നേക്കിന് കുറേ നേരമായെന്നും പറഞ്ഞ് ഫീഡ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെ നമ്മളവിടെ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത്. 1 മണിക്കൂറില്ല, ഒരു 10-15 മിനിറ്റല്ല, അരമണിക്കൂർ കൂടുതലും വെയിറ്റ് ചെയ്ത്. പിന്നെ ഒന്നുകൂടി അപ്പോൾ നമ്മൾ ആ 10-15 മിനിറ്റ് കറങ്ങിയിട്ട് വന്ന് പിന്നെ ഇരുന്ന് ഒരു സ്ഥലത്ത്. ആ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ, അവിടെ ഇരുന്ന്. അപ്പോൾ അയാളെ കണ്ടപ്പോൾ ചോദിച്ചു, പറഞ്ഞു ഇല്ല അതിനെ റെസ്റ്റ് ചെയ്യാൻ ഇരുത്തിയിരിക്കണം, കുറച്ച് കഴിഞ്ഞിട്ടേ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞ്
അങ്ങനെ ഇട്ടിട്ട് എനിക്ക്